ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ തൽക്കാലം കർത്താവിന്റെ വചനമായ നിങ്ങളായ ദൈവത്തിന്റെ സ്തോത്രം. വേദിയിലായിരിക്കുന്ന ബഹുമാനായ ദൂതാത്മ, അതിഥിയായിരിക്കുന്ന ദൂതാത്മൻ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നിനായിരിക്കുന്ന നാമത്തിന്റെ ദൈവത്തെ അറിയിക്കുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അല്പസമയത്തെ ചിന്തിക്ക് ആധാരമായ ഒരു വാക്യഭാഗം നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യം അതിന്റെ അവസാന ഭാഗം. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. സ്വന്തം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി സ്വന്തം മനുഷ്യർ ദൈവത്തോടും ദൈവം മനുഷ്യരോടും മനുഷ്യർ മനുഷ്യരോടും തമ്മിൽ ചോദിച്ച ഏകദേശം 3294 പരം ചോദ്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായ അർത്ഥഗാംഭീര്യമുള്ള ഒരു ചോദ്യമാണ് യഹോവയായ ദൈവം ഗുഹാമുഖത്ത് നിന്നുകൊണ്ട് ഏലിയാവിനോട് ചോദിക്കുന്നത്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? ക്രൈസ്തവോ, ഒരു മഹാനിയോഗം നൽകി തന്റെ ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി ഒരുവനെ അഭിഷേകം ചെയ്ത് യഹോവയായ ദൈവം അയക്കുമ്പോൾ ആ നിയോഗ നിർവഹണത്തിന്റെ വഴിയിൽ നിന്നും ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് ആമേൻ വഴിപ്പെട്ടിട്ട് ഭയന്നിട്ട് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഒരു അഭിഷേകത്തിനെ തേടി നിയോഗം നൽകിയവർ പുറപ്പെടുന്നു. പുറപ്പെട്ടിട്ട് ഗുഹാമുഖത്ത് നിന്ന് ചോദിക്കുന്നു, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? ക്രൈസ്തവോ, ഹല്ലേലൂയ. കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ദൈവം ഒരുവനെ സ്തോത്രം അഭിഷേകം ചെയ്ത് പ്രവചനവും സ്തോത്രം ശക്തിയും നൽകി ഒരുക്കി നിർത്തിയിരുന്നു. കാലഘട്ടത്തിന്റെ ദൂത് വിളിച്ചു പറയുവാൻ വിഗ്രഹാരാധന അവന്റെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ, ബാലിന്റെ ശക്തികൾ പ്രബലമായിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം അധാർമികതയും അനീതിയും ദേശത്ത് നടമാടുമ്പോൾ, യഹോവയെ ത്യജിച്ചിട്ട് ജനം പാപത്തിലേക്ക് നിലനിൽക്കുമ്പോൾ, ഒരിക്കലും ഇനി കണ്ടിരിക്കുവാൻ കഴിയില്ല എന്ന് തിരിവന്നപ്പോൾ യഹോവയായ ദൈവം ഒരുക്കി നിർത്തിയ അഭിഷേകത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. സ്തോത്രം ഹല്ലേലൂയ. തികച്ചും നാടകീയമായ രംഗങ്ങൾ പോലെ നമുക്ക് തോന്നാം. ഏലിയാവ് വരുന്നു, സ്തോത്രം ഹല്ലേലൂയ. കൊട്ടാരത്തിലേക്ക് പോകുന്നു, ദൂത് വിളിച്ചു പറയുന്നു. അവിടെ നിന്ന് ഏലിയാവിനെ കെരീത്തിലേക്ക് മാറ്റുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. വലിയ പരിചയപ്പെടുത്തലുകളൊന്നും യഹോവയായ ദൈവം ഏലിയാവിനെ കുറിച്ച് പറയുന്നില്ല. കാരണം ഒരുക്കി നിർത്തിയവരെ പുറത്തു കൊണ്ടുവരുമ്പോ ആമേൻ സ്തോത്രം അസാധാരണമായ പരിചയപ്പെടുത്തലുകളുടെ നിഷേധം സ്വാഭാവികമായതുകൊണ്ട് തിഷ്ബി എന്നുള്ള തിഷ്ബിനായ ഏലിയാവ് എന്ന ഒറ്റ പ്രസ്താവനയിലൂടെ തന്റെ ഹല്ലേലൂയ ദാസനെ ദൈവം സ്തോത്രം പ്രവചനത്തിലേക്ക് രംഗത്ത് കൊണ്ടുവരുന്നു. അതിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ഒരു ഭയപ്പാടും കൂടാതെ വിളിച്ചു പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഭാവിച്ചല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. സ്തോത്രം, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് എന്ന ഒറ്റ പ്രസ്താവനയിലൂടെ നമുക്കറിയാം ഏലിയാവിനെ ലോകത്തിൽ നമുക്കും അങ്ങനെ ഇപ്പോഴാണ് പരിചയമെങ്കിലും ഏലിയാവും ദൈവവും തമ്മിലുള്ള പരിചയം തുടങ്ങിയിട്ട് കാലങ്ങളായി. കാരണം പ്രാർത്ഥിച്ച് നേടിയ അഭിഷേകം, അവൻ പ്രാർത്ഥിച്ച് നേടിയ ദൈവം സ്തോത്രം ഹല്ലേലൂയ വെളിപ്പെടുത്തുവാനുള്ള സമയമായപ്പോൾ അവൻ ഏലിയാവ് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഭാവിച്ചല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ദൂത് വിളിച്ചു പറഞ്ഞിട്ട് യഹോവയായ ദൈവം ഏലിയാവിനെ നേരെ കെരീത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം ഒളിപ്പിച്ചവരുമുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ചവരുമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഒളിപ്പിച്ചവരെ ആമേൻ സ്തോത്രം പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരിക്കും ദൈവം ഒളിപ്പിച്ചത്. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവർ നിയോഗത്തിന്റെ വഴിയിൽ നിന്ന് ഓടി ഒളിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു തിരുവചനത്തിൽ പഠിക്കുവാനായി കഴിയും. സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ നമുക്ക് വായിക്കാം. ഇരമ്യാവിന്റെ പ്രവചനം 36-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ചരിത്രം നമുക്കറിയാം. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട് ഇരമ്യാവിനോടുണ്ടായി ഈ ചുഴലിൽ സ്തോത്രം ദൈവത്തിന്റെ വചനം എഴുതുക. പകർത്തിയെഴുത്തുകാരനായ ബാരൂക്കിനോടൊപ്പം ചേർന്ന ഇരമ്യാവ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അക്കാലഘട്ടത്തിലെ രാജാവ് അവർക്കെതിരായി തിരിഞ്ഞു. സ്തോത്രം. ഇരമ്യാവിനെയും ബാരൂക്കിനെയും കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം നേരിട്ടിറങ്ങി വന്ന് തന്റെ അഭിഷക്തന്മാരെ ഒളിപ്പിച്ചതായി നമുക്ക് കാണുവാനായി കഴിയും. സങ്കീർത്തനത്തിൽ ആരെയാണ് ദൈവം ഒളിപ്പിക്കുന്നത്? സങ്കീർത്തനത്തിൽ 27-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കും, പാറമേൽ നമ്മെ ഉയർത്തും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നിയോഗം നൽകിയ ദൈവം, സ്തോത്രം ഹല്ലേലൂയ ദർശനം നൽകിയ ദൈവം അതതിന്റെ കാലഘട്ടങ്ങളിൽ ഉയർന്നു വരുന്ന ശത്രുവിന്റെ മുന്നിൽ നിന്ന് തന്റെ ഭക്തന്മാരെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇരമ്യാവിനെ ദൈവം ഒളിപ്പിച്ചു. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഏലിയാവിനെ കെരീത്തിൽ ദൈവം ഒളിപ്പിച്ചു. എന്തിനാണ് ഏലിയാവിനെ കെരീത്തിൽ ദൈവം ഒളിപ്പിച്ചത്? കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം ചെത്തുക, ചെത്തി വെളിപ്പാക്കുക, പണിയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്തോത്രം. എന്തിനാണ് ഏലിയാവിനെ ദൂത് പറഞ്ഞിട്ട് സ്തോത്രം കെരീത്തിൽ
കൊണ്ടുപോയി ചെത്തുന്നത്? എന്തിനാണ് അവരെ പണിതെടുക്കുന്നത്? അല്പം മുമ്പ് ആഹാബിന്റെ കൊട്ടാരത്തിൽ വിളിച്ചു പറഞ്ഞ ദൂത് 3.5 വർഷങ്ങൾക്ക് ശേഷം നിറവേറപ്പെടുമ്പോൾ അന്ന് സ്തോത്രം ഹല്ലേലൂയ ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെ നേരിടണമെങ്കിൽ ഇന്നായിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ കൊണ്ട് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ദൈവം അവനിലേക്കൊരു പുതിയ അഭിഷേകം വരുവാൻ, അവനിലേക്കൊരു പുതിയ ദൈവങ്ങൾ വരുവാൻ അവൻ കരയത്തിലൂടെ പണിതെടുക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ പണി കേൾപ്പിച്ചു കൊടുക്കാത്ത ഒരുത്തരെ കൊണ്ടും ദൈവം സ്തോത്രം ഹല്ലേലൂയ തന്റെ ശുശ്രൂഷകൾ ചെയ്തെടുപ്പിക്കുകയില്ല. സ്തോത്രം ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പക്കെയും വെട്ടിക്കളയും, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെളിപ്പാക്കും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കരുത്തിൽ കൊണ്ടിരിക്കുന്നത് നാളെ നേരിടുവാൻ പോകുന്ന പ്രശ്നങ്ങളെ ഹല്ലേലൂയ അഭിമുഖീകരിക്കുവാനുള്ള അഭിഷേകം നിർമ്മിച്ചിരുവാനാണ്. അങ്ങനെ ഏകാന്തതയിൽ പ്രാപിക്കുന്ന ദൈവങ്ങളാണ്, ഏകാന്തതയിൽ പ്രാപിക്കുന്ന ദൈവശക്തി നാളത്തേക്ക് വേണ്ടി വരുമ്പോൾ അവൻ ഒരുക്കുന്ന അനുഭവങ്ങളാണെന്ന് തിരിച്ചറിയണം. സ്തോത്രം ഹല്ലേലൂയ. കെരീത്തിലെ പണിക്ക് ശേഷം നേരെ അവൻ ഏലിയാവിനെ കൊണ്ടുപോകുന്നത് സാരഭാത്തിലേക്കാണ്. സാരഭാത്തിന്റെ വാക്കിന്റെ അർത്ഥം സ്തോത്രം റിഫൈനറി ഹല്ലേലൂയ, സംസ്കരണശാല, ശുദ്ധീകരണശാല ഹല്ലേലൂയ. കെരീത്തിലെ ചെത്തിവെളിപ്പാക്കി കഴിഞ്ഞിട്ട് സ്തോത്രം എന്തിനാണ് ഈ സാരഭാത്തിലേക്ക് അവൻ ഹല്ലേലൂയ ഈ സംസ്കരണശാലയിലേക്ക് പ്രവാചകരെ കടത്തിവിടുന്നത്? കർമ്മേലിൽ ഹല്ലേലൂയ ഒരു ശുശ്രൂഷകനുണ്ട്. ഇവൻ താമസിക്കുന്ന ആ വിളവേത വീട്ടിലെ മാളികമുറിയിൽ ഒരുവൻ മരിക്കുവാൻ പോകുന്നുണ്ട്. അവരെ ഉയർപ്പിക്കണമെങ്കിൽ, കർമ്മേലിൽ നിവരം നിൽക്കണമെങ്കിൽ അവൻ സ്വന്തം സാരഭാത്തിലെ സംസ്കരണശാലയിലൂടെ നീ കടന്നു പോകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും ഭാരങ്ങളും രോഗങ്ങളും പ്രതീക്ഷിക്കാത്ത വ്യക്തമായ ജീവിതത്തിന്റെ അനുഭവങ്ങളും കടന്നു വരുമ്പോ നാം പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ ദൈവവചനത്തിലൂടെ പറയുന്നു, നമ്മെ തകർക്കുവാനല്ല, നമ്മെ മുടിക്കുവാനല്ല, നമ്മെ നശിപ്പിക്കുവാനല്ല, കൊല്ലുവാൻ പുറത്തു കൊണ്ടുവരുവാൻ അവൻ നമ്മെ ഹല്ലേലൂയ ശുദ്ധീകരണ ശാലയിലൂടെ കടത്തിവിടുന്നു. സ്തോത്രം ഹല്ലേലൂയ. ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറഞ്ഞു, അവൻ സ്തോത്രം ഹല്ലേലൂയ വെള്ളിയിൽ നിന്ന് കീഴം നീക്കിക്കളഞ്ഞാൽ തട്ടാണ് നല്ല ഉരുപ്പടി കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ശോധനകൾ നമ്മുടെ കീടങ്ങളെ മാറ്റി അവൻ നല്ല യജമാനെന്ന് കൊള്ളാകുന്ന ഉരുപ്പടികളാക്കി നമ്മെ നിലനിർത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതികളായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും ഭാരങ്ങളിലൂടെയും കടന്നു പോകുമ്പോ, അവൻ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോ അതിന് തിരിച്ചറിയണം, നമ്മെ തകർക്കാനല്ല, അവൻ സ്തോത്രം വിലയിൽ 7 പ്രാവശ്യം ഊരിക്കരിച്ച പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലൂടെ കടത്തിവിടുന്നത്. സ്തോത്രം ഹല്ലേലൂയ. സാരഭാത്തിൽ നിന്ന് ഹല്ലേലൂയ ഏലിയാവിനെ പിന്നെ കാണുന്നത് 3.5 വർഷങ്ങൾക്ക് ശേഷം അവൻ സ്തോത്രം കർമ്മയിൽ നമുക്ക് ഏലിയാവിനെ കാണാം. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം ഏലിയാവിനെ സ്തോത്രം ഗുഹാമുഖത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു, ഇവിടെ നിനക്ക് എന്താ കരുണോക്കാളാക്കി ഒരുക്കി കൂടെ വായിക്കാം. ഇതാണ് സ്തോത്രം രാജകുമാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം. ഏലിയാവേ ഇവിടെ നിനക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ ഓർപ്പിച്ചു ആദ്യം, സ്തോത്രം ദൈവം ഒളിപ്പിക്കുന്നവരുണ്ട്. അത് സ്തോത്രം ദൈവത്തിന്റെ ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓടി വിളിക്കുന്നവരുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. സകല സൃഷ്ടിക്കും സ്തോത്രം ആദ്യ സൃഷ്ടിയായി ഹല്ലേലൂയ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ആദം ഹവ്വമാർ എല്ലാ ദിവസവും വെയിലാകുമ്പോൾ ദൈവം സംഭാഷിക്കുവാൻ ഇറങ്ങി വന്നവർ. ഒരു ദിവസം ദൈവം വന്നപ്പോൾ ആദം ഹവ്വമാരെ കാണുന്നില്ല. അവരെ നീ എവിടെ എന്ന് വിളിക്കുമെങ്കിൽ ഹല്ലേലൂയ ഞങ്ങൾ കുറ്റം ചെയ്തുകൊണ്ട് അവൻ സ്തോത്രം മരത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു എന്ന മറുപടി കിട്ടി. സ്തോത്രം ഹല്ലേലൂയ. കുറ്റബോധത്തിന്റെ ഭയപ്പാടുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഓടി വിളിക്കുന്ന ആദ്യ മാതാപിതാക്കൾ ആദം ഹവ്വമാർ. ഹല്ലേലൂയ. മറ്റൊരു നമുക്ക് കാണാം, അമിതായിയുടെ മകനായ യോനയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, നീ നിലവിലേക്ക് ചെന്ന് ദൂരെ വിളിച്ചു പറയുക, അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക. എന്നാൽ ഈ മനുഷ്യൻ ഹല്ലേലൂയ അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഹല്ലേലൂയ നിലവിലേക്കുള്ള യാത്ര മതിയാക്കി തർശീഷിലേക്ക് അതിന് കപ്പൽ കയറി പോകുന്നവരെ കാണുവാനേ കഴിയും. അല്പം കഴിഞ്ഞപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി കാത്തിരിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിയോഗം നൽകിയ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയാൽ അവൻ നമ്മെ ഉപേക്ഷിക്കില്ല. ദൈവിക നിയോഗത്തിലേക്ക് മടങ്ങി വരുന്നത് വരെ അവൻ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. സ്തോത്രം. അതിനായി അവർ കപ്പലിനെ സ്തോത്രം ഉലയ്ക്കും, കടലിനെ ഇളക്കും. ഹല്ലേലൂയ. ചെയ്യുന്നതെല്ലാം ചെയ്യും. അതിന് കടന്നു വരുന്ന പ്രതിസന്ധികളെ തിരിച്ചറിയണം. ദൈവത്തിന്റെ നിയോഗത്തിൽ നിന്ന് ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
യോനയിലേക്ക് ചെന്നു. സ്വന്തം 4 ചോദ്യങ്ങൾ. നീ ആര്? ജാതിക്കാരനെ? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ തൊഴിലെന്ന സ്വന്തം 2 മറുപടി. ഞാനൊരു അഭിപ്രായം. സ്വന്തം കടലും കരയും നിർമ്മിച്ച മഹാദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു. അതാണ് എന്റെ തൊഴിൽ. സ്വന്തം ഇത് കേട്ട മക്കളിൽ കപ്പലിലുള്ള എല്ലാവരും അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പിന്നെ നീ എന്തുകൊണ്ട് യഹോവയുടെ സന്നിധി വിട്ട് ഓടിപ്പോന്നു? കാരണം ഒരഭിപ്രായം കിടക്കുവാനുള്ള സ്ഥലമല്ലയിടം. അവൻ ഹല്ലേലൂയ ദൈവത്തെ ഭജിക്കുന്നത് തൊഴിലാക്കിയ നിനക്ക് ഉടനുള്ള സ്ഥലമല്ലിടം. അവൻ പലരുടെ കിടക്കുണ്ടായിരിക്കാം. എന്നാൽ നിന്നെ പോലെയുള്ള ഒരുവൻ കിടക്കുവാനുള്ള സ്ഥലമല്ല. കാരണം നിന്നിലൊരു നിയമമുണ്ട്. യോനയെ കപ്പലിന്റെ അടിത്തട്ടിൽ നിനക്ക് എന്ത് കാര്യം? അബ്രഹാം പടത്തെ അടയും തുരുത്തിയുടെ വെള്ളവും തീർന്നാനന്തരം കുഞ്ഞിനെ കുറുങ്കാട്ടിൽ കിടത്തി മാറി സ്വന്തം ഹല്ലേലൂയ മരണം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്പിൻപാട് ഉയർത്തിരുന്ന് കരയുന്ന ഹാഗാറെ, നിന്റെ കണ്ണുനീർ തടയുന്നത് നിന്ന് ഒഴുകിയെന്ന കണ്ണുനീർ തുള്ളികൾ അവൻ ദേശീയ മരുഭൂമിയിലെ മണത്തരയിൽ വീണ് ബാഷ്പീകരിക്കുന്നതിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോട് പറയുവാനുണ്ട്. ഹാഗാറെ, ഇവിടെ നിനക്കെന്ത് കാര്യം? വേദനയിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, അവൻ സ്വന്തം ആരും കാണാതെ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി മരുഭൂമിയിൽ പോയി കരയുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇവിടെ നിനക്കെന്ത് കാര്യം? നമുക്ക് തിരിച്ച് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. സ്വന്തം ഗുഹാമുഖത്തിനോട് ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്തോത്രം ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ നിനക്ക് ആഹാബിന്റെ കൊട്ടാരത്തിൽ പോകാം. അത് ദൈവിക നിയോഗത്തിന്റെ ഭാഗമാണ്. അവിടെ നിന്നിലൂടെ ദൂരെ വിളിച്ചു പറയുവാനുണ്ട്. നിനക്ക് ചരിത്രത്തിൽ പോകാം. അതും ദൈവിക നിയോഗത്തിന്റെ ഭാഗമാണ്. അവിടെയാ എനിക്ക് നിന്നെ പണിതെടുക്കാനുള്ളത്. നിനക്ക് സാരഹത്തിലേക്ക് പോകാം. അവൻ അവിടെയാ അവൻ നിന്നെ എനിക്ക് സംസ്കരിച്ചെടുക്കുവാനുള്ളത്. നിനക്ക് ഹല്ലേലൂയ സ്തോത്രം കർമ്മേലിൽ പോകാം. അവിടെയാ ബാലിന്റെ പ്രവാചകന്മാരെ കൊല്ലുവാനിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ഈ ഗുഹയിൽ നിനക്കെന്ത് കാര്യം? ഇതെന്റെ ശുശ്രൂഷയുടെ ഭാഗമല്ല. ഇതെന്റെ സ്വപ്നം. ദൈവം പറഞ്ഞു, ഇതെന്റെ നിയോഗത്തിന്റെ ഭാഗമല്ല. നിന്നിൽ ഏൽപ്പിക്കപ്പെട്ട നിർണയത്തിന്റെ ഭാഗമല്ല ഈ ഗുഹ. അതുകൊണ്ട് സ്വപ്നം അഭിഷക്തനായ ഏലിയാവേ, നിയോഗം പ്രാപിച്ച ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്വപ്നം ഏലിയാവിന്റെ പേര് മാറ്റി എന്തെങ്കിലും നിങ്ങളുടെ പേരെന്ന് ചേർത്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്തോത്രം. ഒരു മഹാനിയോഗം നൽകിയല്ലേ ദൈവം നമ്മളെ അയച്ചത്? സ്തോത്രം. ദൈവത്തിന്റെ ദർശനം നൽകിയല്ലേ നമ്മെ ഈ ചുമയിലേക്ക് കൊണ്ടുവന്നത്? ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ സ്തോത്രം. ഈ ഹോരേബിലാണ് യഹൂദ ചരിത്രമനുസരിച്ച് ഇതേ ഹോരേബിൽ ഇതേ പർവ്വതത്തിൽ സ്തോത്രം ഇതേ ഗുഹയിലാണ് മോശ ഒരിക്കൽ ഒളിച്ചിരുന്നത് എന്ന് സ്തോത്രം ചരിത്രം പറയുന്നു. യഹോവയായ ദൈവം ഇറങ്ങി വന്നപ്പോ അവരുടെ തേജസ് കാണുവാൻ കഴിയാതെ സ്തോത്രം ഹല്ലേലൂയ മോശയെ പാറയുടെ പിളർത്തിൽ ദൈവം ഒളിപ്പിച്ചു. സ്തോത്രം. എന്നാൽ മോശ ഒളിച്ചത് ദൈവത്തെ കാണുവാനാണ്. ഏലിയാ ഒളിച്ചത് ദൈവത്തെ കാണാതിരിക്കാനാണ്. ഇതാ ഇവർ തമ്മിലുള്ള വ്യത്യാസം. ആമേൻ. സ്തോത്രം. ഗുഹാമുഖം ഒളിച്ചിരിക്കുന്ന ഏലിയാവിനോട് ദൈവത്തിന്റെ ചോദ്യം, ഇവിടെ നിനക്ക് എന്ത് കാര്യം? കാരണം സ്തോത്രം ഹല്ലേലൂയ ഇവിടെ പല പ്രവാചകന്മാരും ഒളിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം. അവൻ പണ്ട് പല ആൾക്കാരും ഈ ഗുഹയിൽ ഒളിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ അവന് വരുന്നതല്ല നീ സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നിന്ന് നീ പുറത്തു വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ സന്നിധിയിൽ നിൽക്കുക. സ്തോത്രം ഹല്ലേലൂയ. അവൻ സ്തോത്രം 19-ാം അധ്യായത്തിന്റെ സ്തോത്രം 9-ാം വാക്യത്തിന്റെ ആരംഭം മുതൽ നമുക്ക് വായിക്കാം. രാത്രിയിൽ ഏലിയാവ് ചെന്നിട്ട് സ്തോത്രം ആമേൻ ഹല്ലേലൂയ ഇസ്രായേലിന്റെ വാക്കിനെ ഭയന്നുകൊണ്ട് മരണോപ്രാണത്തിൽ ഓടുക. സ്തോത്രം. അങ്ങനെ വരുന്ന വഴി ഹല്ലേലൂയ ഈ ഗുഹയിൽ കയറി ദൈവവും കാണേണ്ട, നിയോഗം തന്നവനും കാണേണ്ട, ആരും കാണേണ്ട എന്ന് കരുതി ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുമ്പോ സ്തോത്രം ഞാൻ ആദ്യോപിച്ചതുപോലെ യഹോവയുടെ ദൃഷ്ടിയിലുള്ള ഭക്തന്മാരുടെ മേൽ നിൽക്കുന്നു. നീ എവിടെ പോയി பார்த்தாലും, നീ എവിടെല്ലാം പോയി ഒളിച്ചിരുന്നാലും എന്നിലും നിന്നുള്ള നിയോഗം ഉണ്ടെങ്കിൽ ദൈവം ആ നിയോഗത്തിലേക്ക് എത്തുന്നവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. കാരണം അവൻ സ്തോത്രം ചിലരെ അഭിഷേകം ചെയ്യുവാനുള്ള ശുശ്രൂഷ ഏലിയാവ് നിന്റെ മുന്നിൽ കിടക്കുമ്പോ നീ എന്തിനായി ഗുഹയിൽ കൊണ്ട് കിടക്കുന്നത്? സ്തോത്രം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത്തരം വ്യക്തിപരമായ ഗുഹകൾ നാം കെട്ടിപ്പടുത്തി വെച്ചിട്ടുണ്ട്. ആരോടും അറിയാത്ത നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ദൈവിക നിയോഗത്തിൽ നിന്ന് ഒളിച്ചിരിക്കുവാനുള്ള ഗുഹകൾ നാം പലപ്പോഴും കയറിയിരിക്കാറില്ലേ? സ്തോത്രം ഹല്ലേലൂയ. അവൻ ഒരിക്കൽ ഹല്ലേലൂയ ആ രാജാവിന്റെ മകന്റെ കല്യാണം നടന്നു, വിവാഹം നടന്നു. ദാസന്മാര് പോയി ആളുകളെല്ലാം വിളിക്കാൻ നിന്നപ്പോ പലരും പല ഒഴിവുകളിൽ കിടന്നു മാറി. സ്തോത്രം ഹല്ലേലൂയ. ഒരുത്തൻ പറഞ്ഞു ഞാൻ നിലം വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഒരുത്തൻ പറഞ്ഞു കാളയെ വാങ്ങി അതിന്റെ ശോഭന കഴിക്കാൻ
പറഞ്ഞോ, ഒരുത്തൻ പറഞ്ഞു എന്റെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. സ്തോത്രം. അങ്ങനെ എല്ലാവരും ഒഴിവുകൾ പറഞ്ഞ് ദൈവിക നിയോഗത്തിൽ നിന്ന് വ്യക്തിപരമായ അവരുടെ സ്തോത്രം സാഹചര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ഇത്തരം ഗുഹകളിൽ നാം അടയ്ക്കപ്പെടുന്നതിന്റെ കാരണം ദൈവിക നിയോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളെക്കാൾ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ദർശനത്തെക്കുറിച്ച് അറിവ് കാണിക്കുന്ന ഒരു ദൈവത്തിൽ ജീവിത സാഹചര്യങ്ങളെ മാറ്റി നിർത്തി ദൈവത്തിന്റെ വിളിക്ക് വേണ്ടിയും അവരുടെ ദൈവിക ദർശനത്തിന് വേണ്ടിയും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഗുഹകളിൽ ഒന്നും നാം ആയിപ്പോത്തിരണ്ട. അവൻ റോമാലേഖനം സ്തോത്രം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഏത് ശക്തിക്കാണ് ഈ ദൈവത്തിന്റെ നിയോഗത്തിൽ നിന്ന് ദൈവിക സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ കഴിയുന്നത്? മരണത്തിനോ ഹല്ലേലൂയ ജീവനോ ദൂരങ്ങൾക്കോ വാഴ്ചകൾക്കോ അധികാരികൾക്കോ ഉയരത്തിനുള്ളതിനോ ആഴത്തിനോ സ്തോത്രം ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാനിടയാക്കുന്നത്. ഹല്ലേലൂയ. എന്റെ വാക്കുകളെ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാമായി തന്നെ പണിതുവച്ചിരിക്കുന്ന ഗുഹകളിൽ ദൈവത്തിന്റെ നിയോഗത്തിൽ നിന്നും ദൈവത്തിന്റെ ദർശനത്തിൽ നിന്നും നാം വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഈ എഴുന്നേറ്റ ഹല്ലേലൂയ നീ പുറത്തു വരിക, പുറത്തുള്ള എന്റെ സന്നിധി നിൽക്കുക. നിനക്കൊരു ശത്രുവിന്റെ നീയുണ്ട്. ഏലിയാവേ നിന്നെ അവൻ ഇന്നലെ നീ അവൻ സ്വത്രം കർമ്മേലിന്റെ മുകളിൽ ശക്തിയായി നിന്നതല്ലേ? ഏലിയാവേ ഹല്ലേലൂയ ആഹാബിന്റെ മുന്നിൽ നീ ദൂത ധൈര്യത്തോടെ വിളിച്ചു വന്നതല്ലേ? ഏലിയാവേ സ്വത്രം സരഫത്തിന്റെ മകനെ നീ അവൻ വിളയുടെ മകനെ നീ ഉയർപ്പിച്ചതല്ലേ? അങ്ങനെ എന്തെല്ലാം ചെയ്ത അവൻ അഭിഷേകം പ്രാപിച്ച ഏലിയാവേ ഇന്ന് നിനക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുവാൻ കഴിയും. ഏലിയാവേ ഇവിടെ നിനക്കെന്ത് കാര്യം? അതുകൊണ്ട് നീ പുറത്തു വരിക, അതുകൊണ്ട് നീ പുറത്തു വരിക, അതുകൊണ്ട് നീ പുറത്തു വരിക എന്ന സന്നിധിയിൽ നിൽക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവിക ദർശനങ്ങളിൽ നമ്മെ അകറ്റുന്ന യാതൊരു ശക്തികൾക്കും ഇടകൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്ന യാതൊരു മാനുഷിക ശക്തികൾക്കും പിന്നാലെ പോകാതെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉയരത്തിന് വേണ്ടി, ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന ദർശനത്തിന് വേണ്ടി അന്ത്യവരെ മനസ്സിലായിക്കട്ടെ. ഏലിയാവേ ഇവിടെ നിനക്ക് എന്റെ കാര്യം സ്വന്തം ഇവിടെ മനസ്സിലാക്കുവാൻ